പാലസ്തീനിലെ ഗാസയിലുണ്ടായ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഘർഷം കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു രാഷ്ട്രീയ മത സാമുദായിക സംഘടന 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ ആക്രമിച്ചു, കുറച്ച് പേരെ കൊന്നു. അതിന് 7 പേരെ മറ്റോ കൊന്നു. അതിന് പകരമായി ഇസ്രായേൽ ആയിരക്കണക്കിന് ആളുകളെ ഗാസയിൽ ബന്ദിയാക്കി. ഏകദേശം 2000 പേരെ ബന്ദികളാക്കി, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, വലിയ ഉപരോധം ഏർപ്പെടുത്തി. വലിയ തോതിലാണ് ഗാസയിൽ ഇസ്രായേൽ കൈവച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ നിരന്തരം തെറി പറയും. അദ്ദേഹം പിന്തിരിപ്പനാണ്, മൂരാച്ചിയാണ്, കോർപ്പറേറ്റിൻ്റെ ഒരു മോശക്കാരനാണ്, അല്ലെ വളരെ മുതലാളിത്തത്തിൻ്റെ ആൾരൂപമാണ്, സാമ്രാജ്യത്വവാദിയാണ്, തീവ്രവാദിയാണെന്നൊക്കെ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ പറയും. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാരണത്തിലായാലും ഈ മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിലുള്ള ഈ ഒരു ഇടപെടലിന് അദ്ദേഹം ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. ഗാസ കരാർ ഒപ്പുവച്ചു ഇന്നലെ. അതിൻ്റെ ഭാഗമായി ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബന്ദികളെ മോചിപ്പിച്ചു. ഇനി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നുള്ള 2000-ഓളം ബന്ദികളെ മോചിപ്പിക്കും. അപ്പോൾ ഈ ബന്ദികളുടെ മോചനത്തോടുകൂടി 2 രാഷ്ട്രങ്ങളിലെയും ഈ ബന്ദികളുടെ ബന്ധുമിത്രാദികൾ വന്ന് അവരെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു. റെഡ് ക്രോസ് എന്ന സംഘടനയാണ് ഇതിന് ഒരു മധ്യസ്ഥ വഹിച്ചത്. അപ്പോൾ റെഡ് ക്രോസിനാണ് കൈമാറുന്നത്. കൈമാറുന്ന സ്ഥലമോ അല്ലെങ്കിൽ കൈമാറിയ രീതിയോ ഒന്നും ചാനലുകൾക്കോ പത്രങ്ങൾക്കോ ഒന്നും കിട്ടുന്നതല്ല. അത് രഹസ്യമായി നടന്നൊരു പ്രോസസ്സാണ്. എന്നാൽ അവർ ഈ ബന്ദികളെ ഏറ്റെടുത്തതിന് ശേഷം 2 രാജ്യത്തിലെയും സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് ചികിത്സയെല്ലാം നടത്തി അവർക്ക് ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുക്കും. എന്തായാലും ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നവരെക്കാൾ എത്രയോ ഭയാനകമാണ് ജീവിച്ചിരിക്കുന്നവർ ബന്ദികളായി മറ്റൊരു രാജ്യത്ത് കിടക്കുന്നു എന്ന് പറയുന്നത്. ബന്ധുമിത്രാദികൾക്ക് എന്നും ആകാംക്ഷയും ആദിയുമായിരിക്കും. എന്തായാലും ഗാസയിലെയും ഇസ്രായേലിലെയും അല്ലെങ്കിൽ പാലസ്തീനിലെയും ഒക്കെ കുറേയധികം കുടുംബങ്ങളിൽ ഇന്നലെ സന്തോഷത്തിൻ്റെ പൂത്തിരി വിരിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്.